സ്കൂൾക്ക് പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് വന്നിട്ട് പറയാം ഇന്ന് എക്സാം ഉണ്ട്, എക്സാം ബോർഡ് വാങ്ങാൻ പൈസ ആയിരുന്നു. ഇപ്പോൾ ഈ എക്സാം ബോർഡ് പൊട്ടിയെന്ന്. അപ്പോൾ അതിൻ്റെ നടുക്ക് പൊട്ടിപ്പോയിട്ടോ. എൻ്റെ ക്ലിപ്പിനൊന്നും വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഞാനൊരു എക്സാം ബോർഡ് ഉണ്ടാക്കി തരാം, എനിക്ക് എന്തായാലും ഇങ്ങനെ വെട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്കൂൾ പോകുന്ന മക്കളെല്ലാം വീട്ടിൽ എന്തായാലും ചാർട്ട് പേപ്പറും ഫെവിക്കോളും കത്രികയൊക്കെ കാണും. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ അളവ് നോക്കിയിട്ട് ഒരു കാർഡ് ബോർഡ് അങ്ങ് വെട്ടിയെടുത്തിട്ടോ. പിന്നെ അതിനേക്കാളും 2 സെൻറ്റിമീറ്റർ 4 സൈഡിലും വിട്ടിട്ട് ഒരു ചാർട്ട് പേപ്പറും കട്ട് ചെയ്തെടുത്തു. പിന്നെ അറഞ്ഞം പുറഞ്ഞം ഭാഷ തേച്ച് കൊടുത്തിട്ട് 4 ഭാഗം ഒട്ടിച്ച് കൊടുത്താൽ മതി. പക്ഷെ ചെയ്തപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് മൂപ്പർക്ക്. എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യല് നിങ്ങൾ, എനിക്ക് പൈസ തരും, ഞാൻ പോയി വാങ്ങട്ടെ ആ സമയം കൊണ്ട് എന്നൊക്കെ. ഞാൻ പറഞ്ഞു നിൽക്ക് സമാധാനപ്പെടും, ഞാനൊന്ന് നോക്കട്ടെ. എന്നുവെച്ചാൽ സാധനം അടിപൊളിയാട്ടോ. ഓൻ പറഞ്ഞേ പിന്നെ അവസാനം ഇത് മറ്റേ ബോർഡിനേക്കാളും സുഖം ഉണ്ട് എഴുതാൻ. കാരണം സ്പോഞ്ച് പോലെ കാർഡ് ബോർഡ് അതിനൊക്കെ ഉണ്ട്, സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എഴുതാൻ അതിനേക്കാളും കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ബാക്ക് ഭാഗം എന്നെക്കൂടെ കാണുമെന്നില്ല, പക്ഷെ എന്നാലും ചെയ്യുന്നതിൻ്റെ ഒരു വൃത്തി വേണമല്ലോ വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ പഴയ എക്സാം ബോർഡിൻ്റെ ക്ലിപ്പ് തന്നെ പൊട്ടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും പൊട്ടിച്ചെടുത്തിട്ട് ഇതിന്മേ ഫിറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. അവനപ്പോഴത്തേക്ക് പോകാനുള്ള ടൈമുമായി. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയത്, അതൊരു സങ്കടമായിപ്പോയി.